നമ്മുടെ ഗാർഡന്റെ ഏറ്റവും പുറകിലുള്ള ബോർഡറിൽ നമ്മൾ കുറച്ച് ഫ്ലവർ സീഡ്സ് ഇട്ടായിരുന്നേ. ഒന്നും മുളച്ച് വന്നില്ല. ആകപ്പാടെ മുളച്ച് വന്നത് കുറച്ച് പുല്ല. ആഹാ, എന്ത് രസം. ആ ഹീറ്റ് വേവ് സഹിക്കാണ്ട് എല്ലാം കൂടെ ചത്തുപോയതാണെന്ന് അറിയില്ല. പ്ലാൻ എ വർക്കൗട്ട് ചെയ്തില്ല. സോ നമ്മൾ പ്ലാൻ ബി ചെയ്യാൻ പോകുന്നു. ഞാൻ കുറച്ച് ടോപ്പ് സോയിൽ എടുത്തു, കുറച്ച് കമ്പോസ്റ്റ് എടുത്തു, രണ്ടും സമാസമം മിക്സ് ചെയ്തു. എന്നിട്ട് 4 ചട്ടി, നമ്മുടെ കയ്യിലുള്ള കുറച്ച് പ്ലാസ്റ്റിക് ചട്ടിയിലായിട്ട് ഞാൻ ഈ മിക്സ് അങ്ങോട്ട് ഇടുക. എന്തിനാണ്? അതേ ഫ്ലവർ സീഡ്സ് ഇതിൻ്റെ അകത്തുനിന്ന് ഇട്ട് നോക്കാൻ പോവാ. ഇപ്പം തണലത്തൊക്കെ വെച്ച് ഒന്ന് വളർത്തി നോക്കാം. ഇവിടുന്ന് വളർന്നു വന്നാൽ പിന്നെ നമുക്ക് ആ ബോർഡറിലോട്ട് മാറ്റി പ്ലാന്റ് ചെയ്യാമല്ലോ. അപ്പോൾ ജോസുവിന് എന്തെങ്കിലും എന്റർടൈൻമെന്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അവന്റെ ബക്കറ്റിൻ്റെ അകത്തും കുറച്ച് മണ്ണൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് കാർഡ്ബോർഡ് വെച്ച് അവിടെ എല്ലാം വൃത്തിയാക്കാൻ വയ്യാനിട്ട് അവനങ്ങനെ ബിസി ആയിട്ടിരുന്ന സമയത്ത് ഞാനപ്പോൾ എല്ലാത്തിനകത്തും മണ്ണിട്ടിട്ട് വെള്ളം ഒഴിച്ചു വെച്ചു എല്ലാത്തിലും. എന്നിട്ടൊന്ന് വെള്ളം ഒന്ന് ഇറങ്ങാനായിട്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തു കേട്ടോ. ആ സോയിൽ മിക്സ് അപ്പോൾ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ എന്തെങ്കിലും ഒരു അത്യാഹിതം സംഭവിച്ചാൽ ഇടാനായിട്ട് ഞാൻ ആ സീഡ്സിന്റെ ബാക്കി കുറച്ച് ഇട്ട് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് തന്നെ ഇടുവാ ഞാൻ ഒന്നും കൂടെ വളരുമെന്നുള്ള പ്രതീക്ഷയിൽ. എന്നിട്ട് ഇതിപ്പോൾ കൂടിപ്പോയോ എന്നെനിക്ക് ഡൗട്ട് ഉണ്ട്. പക്ഷേ മറ്റിടത്ത് ഒട്ടും പിടിക്കാത്ത സ്ഥിതിക്ക് ഇത് എന്തെങ്കിലും പിടിക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ ഒന്ന് കുറച്ച് അതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തിട്ട് കൈ കൊണ്ടൊന്ന് ഞെക്കി അതിൻ്റെ അകത്ത് ഇട്ടിട്ട് കൊടുത്തു. ഒത്തിരി മണ്ണിലോട്ട് ഇറങ്ങിയാൽ സീഡ്സ് ജെർമിനേറ്റ് ചെയ്യാൻ കൂടുതൽ ടൈം എടുക്കുമെന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ കൈ കൊണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ പാക്ക് ചെയ്ത് കൊടുത്തിട്ടേ ഉള്ളൂ കേട്ടോ. ഇനി എല്ലാ ദിവസവും ഇതൊന്ന് ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുക്കും. അധികം വെള്ളം ഒഴിച്ചാൽ സീഡ്സ് ഒത്തിരി താഴോട്ട് ഇറങ്ങിപ്പോവും. പിന്നെ അത് പൊങ്ങി വരാൻ ബുദ്ധിമുട്ടാണ്. ഈ ചെടി ഈ ചട്ടികളിലൊന്ന് പിടിച്ചാൽ പിന്നെ നമുക്കത് ആ ബോർഡറിലേക്ക് മാറ്റി നടാം. അതാണ് ഇപ്പോഴത്തെ പ്ലാൻ.